ഹായ്. അപ്പോൾ നമ്മൾ കുറേ ആയില്ലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അതാ രാവിലെ നീറ്റു. പിന്നെ രാവിലെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നീറ്റ് വന്ന സമയം 6:10 കേട്ടോ. അപ്പോൾ അതാ ഉമ്മർത്ത് വന്ന് നോക്കിയപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ അപ്പോൾ അതാ അങ്ങനെ നേരെ കിച്ചണിലേക്ക് വന്നു. ജനലൊക്കെ അതാ നമ്മൾ തുറന്ന് വെച്ചു കേട്ടോ. പിന്നെ അതാ നമ്മൾ നേരെ വർക്കേരിയിലേക്ക് പോയേ. നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ അതാ തലേ ദിവസം തന്നെ അടുപ്പത്ത് സെറ്റാക്കി വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ നീറ്റ് വന്നാൽ നമുക്ക് പണി എളുപ്പമാണല്ലോ. അപ്പോൾ അതാ തീ പിടിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് ഇന്നിപ്പോൾ ക്ലാസ് ഇത്തിരി വൈകിട്ടാണ്. അതിപ്പോൾ ഇന്ന് ലേശം ലേറ്റായിട്ടാണ് നീക്കാൻ. അപ്പോൾ അതാ തീയൊക്കെ പിടിച്ച് കിട്ടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കിനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് ഉരുളൻകിഴങ്ങ് മസാലയും പൂരിയും ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പൂരി മതി എന്ന് പറഞ്ഞു അവൾക്ക്. അപ്പം എന്നാൽ ശരി പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ആദ്യം തന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് ഇതാ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അപ്പോൾ അതാ അതിലേക്ക് ലേശം ഉപ്പ് ഇട്ടിട്ട് നമ്മളിതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ മറ്റൊരടുപ്പത്ത് ഇതാ നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ചായ ഇതാ തിളച്ചു. അപ്പോൾ അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് അരിച്ച് അതവിടെ സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ പൂരി ഉണ്ടാക്കാൻ നമ്മളത് കുഴച്ച് സെറ്റാക്കി വെക്കാനാണ്. അപ്പോൾ അതാ നമ്മൾ കുറച്ച് പൊടി എടുത്തു. അതെല്ലാം ഉപ്പിട്ടിട്ട് ഇതാ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് കുഴച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കി വരുമ്പോഴേക്കും നമ്മളത് കുഴച്ച് വെക്കുകയാണെങ്കിൽ അത് അവിടെ നിന്ന് സെറ്റായിക്കോളുമല്ലോ. അപ്പോൾ അതാ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇതാ ഞാനിപ്പോൾ ഇവിടെ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതാ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ അതിലേക്ക് വെളിച്ചെണ്ണ ഓയിൽ എന്താ വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എണ്ണ ഇതാ ചൂടായി വരട്ടെ കേട്ടോ. എന്താ ഇപ്പം എണ്ണ നമ്മുടെ ചൂടായതിൻ്റെ അപ്പോഴേക്ക് അതിലേക്ക് നമ്മളൊരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും അതും കൂടിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് വാട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതായി വരട്ടെ കേട്ടോ. ആ നേരം കൊണ്ട് ഇതാ അപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് ഞാനിപ്പോൾ അതൊരു പാത്രത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു സ്മാഷ് എടുത്തിട്ട് നമ്മളതുകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ അത് ഉടച്ചിട്ട് ഇതാ നമ്മളപ്പുറത്ത് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മുടെ പച്ചമുളകും എല്ലാം വാടി സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 2 സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറി എത്ര ഉണ്ട് വേണം വെച്ചാൽ അതിനനുസരിച്ച് സബോള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്ര കുറച്ച് കറിയേ വേണ്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഞാനിപ്പോൾ 2 സബോള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് 2 മിനിറ്റും കൂടി നമ്മളതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സബോളയും ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കൂടി ഇട്ട് കൊടുത്ത് നമ്മളതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരയ്ക്ക് നമ്മളതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. പൊടിയൊന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇതാ അപ്പുറത്ത് നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ അതാ പൂരിക്കുള്ളത് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ലേശം കൂടി മാവ് കുഴച്ചിലുണ്ട്. അപ്പോൾ അത് മുഴുവൻ പരത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ അത് പരത്തണത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, വിട്ടുപോയി. അപ്പോൾ ഞാനിപ്പോൾ അത് ലേശം കൂടി ഉണ്ട് മാവയിൽ. അപ്പോൾ അത് പരത്തണ വീഡിയോ അതിലെടുക്കാം കേട്ടോ, കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉരുളൻകിഴങ്ങ് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് നന്നായി യോജിപ്പിക്കുക. അത് ഉടച്ച് കൊടുത്തിട്ട് കറിയിലേക്ക് നന്നായിട്ട്
ഇളക്കിയിട്ട് യോജിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അതാണ് ആഡ് ചെയ്ത് കൊടുക്കണത് കേട്ടോ. പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമാണ് കേട്ടോ അത്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു കുറുകിയിരിക്കുന്ന ലെവലിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ കറിയിൽ ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനായി. ഇതിപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ പൂരി ഉണ്ടാക്കാം. അതിന് എണ്ണ ഒഴിച്ച് ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുഴച്ച് വെച്ച ഒരു 2-3 എണ്ണത്തിനും കൂടി പരത്താണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി പരത്തി റെഡിയാക്കി. എണ്ണ ചൂടായി. അപ്പോൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്ക് ടാറ്റാ, ബൈ ബൈ. ഓക്കെ.